ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേരള സർക്കാർ വന്ദേ മാതരം ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ വിവാദമാക്കി ബി.ജെ.പി. കോൺഗ്രസ് ആസ്ഥാനത്ത് പാടിയ വന്ദേ മാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് ബി.ജെ.പി. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതിയെന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയെന്ന വിശദീകരണവുമായി സേവാദൾ നേതൃത്വം. വന്ദേ മാതരം വിഭാഗീയ അജണ്ടയുടെ ഭാഗമെന്ന് കെ.സി. വേണുഗോപാൽ. ഗവർണറുടെ സ്വാതന്ത്ര്യദിന ചായ സൽക്കാരത്തിൽ നിന്നും PSC ചെയർമാനെയും അംഗങ്ങളെയും ഒഴിവാക്കി. മാറ്റി നിർത്തിയത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന ലോക് ഭവന്റെ അൻഹോം ചടങ്ങിൽ നിന്നും. നടപടി PSC പരീക്ഷാ ക്രമക്കേട് വിവാദവുമായി ബന്ധപ്പെട്ടെന്ന് സൂചന. ബി.ജെ.പിക്കുള്ളിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പാർട്ടിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയോ നിയോഗിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ തള്ളി. പൂഞ്ഞാറിൽ ബി.ജെ.പിക്ക് വേണ്ടി 4.5 കോടി എത്തിയെന്ന വെളിപ്പെടുത്തലിൽ മലക്കം മറിഞ്ഞ് PC ജോർജ്. പ്രാദേശിക നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വിശദീകരണം. ബി.ജെ.പിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച് നടൻ ദേവൻ. ഉപനേതൃപദവി വീണ്ടും ആവശ്യപ്പെടാൻ CPI. നൽകാനാകില്ലെന്ന നിലപാടിൽ ഉറച്ച CPM. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ ഇടതുമുന്നണി യോഗം നാളെ. അത്തം പിറന്നു, ഇനി ഓണാഘോഷത്തിന് നാളുകൾ. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറയെ ചരിത്ര പൈതൃക നഗരമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ വിവാദ പ്രസംഗത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി SFI. നാളെ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും. VC-ക്കെതിരെ KSUവും രംഗത്തെത്തി. RSS സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗത്തിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത്. ബി.ജെ.പി. വിട്ട് ദേവൻ. പൊതുവേദിയിൽ പ്രഖ്യാപനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കടച്ചിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ ആണ് രാജി പ്രഖ്യാപിച്ചത്. പ്രാഥമിക അംഗത്വവും രാജിവെച്ചു. കത്തുടൻ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. KPCC അധ്യക്ഷൻ ഉടനുണ്ടാകുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഒരാൾക്കൊറ്റ പദവിയിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണെന്നും സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമതയ്ക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നതാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും മന്ത്രി. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം നൽകി സേവന നികുതിയിൽ വെട്ടിപ്പ് നടത്തിയതിൽ GST അന്വേഷണം നാളെ ആരംഭിക്കും. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതാണ് GST വകുപ്പ് അന്വേഷിക്കുക. പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധന നടത്തും. ഇന്ത്യയിൽ അഭയം തേടിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റം തീരുമാനിക്കേണ്ടത് കോടതിയെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചാണ് കോടതിയാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. രാഷ്ട്രീയമോ നയതന്ത്രപരമോ ആയ തീരുമാനമല്ല ഇക്കാര്യത്തിൽ ആവശ്യമെന്നും സർക്കാർ. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ വമ്പൻ ജയവുമായി ബംഗ്ലാദേശ് ചരിത്രത്തിലേക്ക്. ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. 30 റൺസുമായി മൊമിനുൽ ഹക്കും 25 റൺസുമായി ഷട്ട്മാൻ ഇസ്ലാമുമാണ് ബംഗ്ലാദേശിനെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. 2 ഇന്നിംഗ്സിലുമായി 9 വിക്കറ്റ് വീഴ്ത്തി ഹസൻ മഹമ്മൂദ് മാൻ ഓഫ് ദി മാച്ച്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.